ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനായി അരിച്ചുപെറുക്കി പോലീസ്. പരമാവധി തെളിവുകൾ ശേഖരിച്ച് അറസ്റ്റിലേക്ക് നീങ്ങാൻ നീക്കം. രാഹുൽ പാലക്കാടുണ്ടെന്നതിൽ ഇപ്പോഴും അവ്യക്തത. കൂടുതൽ സാക്ഷിമൊഴികൾ ഇന്ന് ശേഖരിച്ചേക്കും. അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന സന്ദീപ് വാര്യർ അടക്കമുള്ള നേതാക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ കുഴങ്ങി കോൺഗ്രസ്. നടപടിയിൽ KPCC നേതൃത്വത്തിന് കടുത്ത അമർഷം. സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് എന്ന് മുതിർന്ന നേതാക്കൾ. ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി പ്രതിരോധം തീർക്കാൻ നേതൃത്വം. അന്തരിച്ച കൊയിലാണ്ടി MLA കാനത്തിൽ ജമീലയുടെ ഖബറടക്കം മറ്റന്നാൾ. ഇന്ന് കോഴിക്കോട് CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലും കൊയിലാണ്ടി ടൗൺ ഹാളിലും പൊതുദർശനം. വിടവാങ്ങിയത് മലബാറിലെ ആദ്യ മുസ്ലിം വനിതാ MLA. ദിവസം നീണ്ട മുനമ്പം സമരം അവസാനിക്കുന്നു. ഉച്ചയോടെ മന്ത്രി P. രാജീവ് നാരങ്ങാവെള്ളം നൽകി സമരം അവസാനിപ്പിക്കും. കോർ കമ്മിറ്റി നിലപാടിൽ പ്രതിഷേധിച്ച് ഇന്നു മുതൽ പുതിയ സമരം ആരംഭിക്കാൻ BJP അനുകൂല വിഭാഗം. ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ച് ഡിറ്റ്വ ചുഴലിക്കാറ്റ്. മഴക്കെടുതിയിൽ മരണം 153ആയി. 176 പേരെ കാണാതായെന്ന ഔദ്യോഗിക റിപ്പോർട്ട്. ഡിറ്റ്വ ഇന്ന് ഇന്ത്യൻ തീരം തൊട്ടേക്കുമെന്ന് സൂചന. തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. വെനസ്വേലയ്ക്കെതിരെ നടപടി കടുപ്പിച്ച അമേരിക്ക. വെനസ്വേലയുടെ വ്യോമ മേഖല അടച്ചതായി കണക്കാക്കാൻ നിർദ്ദേശം. വ്യോമാതിർത്തി ഒഴിവാക്കാൻ വിമാന കമ്പനികൾക്കും പൈലറ്റുമാർക്കും മുന്നറിയിപ്പ്. ട്രംപിന്റേത് കൊളോണിയൽ ഭീഷണിയെന്ന് വെനസ്വേല. സൂപ്പർ ലീഗ് കേരളയിൽ ഇന്ന് ആവേശ പോരാട്ടം. മലപ്പുറം FC തിരുവനന്തപുരം കൊമ്പൻസിനെ നേരിടും. സെമി ലക്ഷ്യമിടുന്ന ഇരു ടീമിനും ജയം അനിവാര്യം. മത്സരം രാത്രി 7:30 തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ.